നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ 2025 ഫെബ്രുവരി പ്രഥമ ചോദ്യപേപ്പർ മോഡൽ ചോദ്യപേപ്പറാണ് ഇവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ അടുത്ത മാസം 9-ാം തീയതിയാണ് പ്രഥമയുടെ പരീക്ഷ നടക്കുന്നത്, ഓഗസ്റ്റ് 9-ാം തീയതി. അപ്പോൾ പ്രഥമ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന എല്ലാ കുഞ്ഞുമക്കളും ഈ ഒരു ചോദ്യപേപ്പർ കൂടി നോക്കിയിട്ട് പോവുക. അപ്പോൾ ഈ ഒരു മോഡലിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം കോളത്തിൽ കുറച്ച് വാക്കുകൾ വിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് നിങ്ങളൊരു 5 വാക്കുകൾ ഉണ്ടാക്കുക. റോമിൻ്റെ 2-ൽ വരുന്നത് സഹി ഉത്തർ ചുൻകർ ലിഖിയെ ഡേഷ് കോൺ ഹോ. അവിടെ ഹോയാണ് വന്നത്. അപ്പോൾ എന്താ വരുന്നത്? തും അല്ലേ? തും വരുമ്പോഴാണ് ഹോ വരുന്നത്. മേമായിരുന്നെങ്കിൽ ഹൂം വന്നത്, ആപ്പായിരുന്നെങ്കിൽ ഇയെ വന്നിരുന്നത്. അടുത്ത് ശുദ്ധി കീജിയെ അധ്യാപകർ. ഇതിൽ ഏതാണ് അധ്യാപകർ? ഒന്നാമത് അല്ലേ? ആ വരയൊന്നും വരയ്ക്കാതെ നോക്കുക കേട്ടോ. വരയൊക്കെ വരച്ചിട്ട് മാർക്ക് കുറയും. അടുത്ത 8-ാമത്തത് നരേന്ദ്രബാബു കി ദുക്കാൻ കിസ്കെ കിനാരെത്തി. നരേന്ദ്രബാബുവിൻ്റെ കട ഏതിൻ്റെ അടുത്തായിരുന്നു? സടക്ക് അല്ലേ? സച്ചി സുന്ദരത കിസ്മേഹെ ഏതിലാണ്? സാദഗി. സ്വർഗീയ കെ വാസുദേവൻ പിള്ളേജിക്ക് പിതാജി കോൺത്തെ. വാസുദേവൻ പിള്ളയുടെ അച്ഛനാരായിരുന്നു? കുമാര പിള്ള. അടുത്ത സമാൻ മാത്രവാലെ ശബ്ദോങ്കു ചുൻകർ ലിഖിയെ. ഇതേപോലെ ചിഹ്നം വരുന്ന വാക്കുകൾ ഈ കോളത്തിൻ്റെ അകത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ ഊയിൽ വരുന്ന വാക്ക് ഓ ചിഹ്നം, ഔ ചിഹ്നം, ആ വരുന്ന വാക്ക്, എയിൽ വരുന്ന വാക്ക്. അപ്പോൾ ഇതാദ്യം ക്വസ്റ്റ്യൻ ഞാൻ പരിചയപ്പെടുത്താം, അതിനുശേഷം ഇതിൻ്റെ ആൻസർ വേറൊരു വീഡിയോ തരുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത് വരുന്നത് വിലോം ശബ്ദമാണ്. അതിൽ കുറച്ച് 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് എഴുതുക. 17-ാമത്തെ വചനാണ്. 18-ാമത്തത് ലിങ്ക്. 19-ാമത്തത് ജോഡ് കർ ലിഖിയെ. 20-ാമത്തത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ളതാണ്. അടുത്ത റോമിൻ്റെ 5-ൽ ബിന്ദുങ്കോ ക്രമബദ്ധ കറക്കെ കഹാനിയിലേക്ക്. ഇവിടെ ഒരു നിങ്ങൾക്ക് കഥാമാലികയിൽ 5 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് കുൽഹാടിയുടെ ചാപ്റ്ററാണ്. അപ്പോൾ ആ കഥ ടെസ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് അതിൽ വരുന്ന പാരഗ്രാഫ് ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത 6-ാമത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഓരോ ഒൻവേഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത 7-ൽ വരുന്നത് ഗിൻതി എഴുതാനാണ്. അതായത് തേരഹ്, ബാരഹ്, ചൗദഹ്, 15 അത് എഴുതാനാണ്. അടുത്ത അക്ഷരോമേരിക്ക് 7:15, 5:30, 9:45. പിന്നെ മാസങ്ങളുടെ പേര് എഴുതാൻ ചോദിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ. പിന്നെ ഈ 2 പ്രശ്നങ്ങൾക്ക് ഉത്തർ 2 വാക്യമേ ലിഖിയെ. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 2 ചോദ്യത്തിന് എഴുതുക. അടുത്ത് വരുന്നത് ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ഈ കവിതയുടെ മലയാളം എഴുതാനാണ്. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ്. നിങ്ങൾ പഠിക്കുന്ന കഥാമാലിയുടെ കഥകളായിരിക്കും ഇവിടെ ചോദിക്കുന്നത്. ആദ്യം വന്നിരിക്കുന്നത് ലഡിക്കിക്കോ സബ്സെ ചോട്ടി റോട്ടി മിലി ഉസ്മേസെ സോനിക്ക് ഏക്ക് മുഹർ നിക്കല്. അപ്പോൾ സന്തോഷ് കാ ഫൽ എന്ന പാഠത്തിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലഡിക്കി വരുമ്പോൾ റൊട്ടി എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ധനികൻ കാണും. ധനികനോ റൊട്ടിയോ എന്തെങ്കിലും കാണും. അടുത്ത് മേൽജോലൊക്കെ ആണെങ്കിൽ ഏകത എന്നുള്ള സെൻറ്റൻസ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അങ്കട അന്താലങ്കട എന്നൊക്കെ കാണും. അടുത്ത് ഷിക്കാരിയോനെ दूर से शेर के अकेले बच्चों को घूमने देखा. അത് ഇവിടെ പക്ഷിയുടെ എന്തെങ്കിലുമൊക്കെ കാണും. അടുത്ത വേ ഏക്ക് സമയം സർക്കാരി കാം കെ സംബന്ധമേ കൽക്കത്താമേ രഹുകയെ. അപ്പോൾ അവിടെ വരുന്നത് ബംഗാളി സീഖിനേക്കയിലെ. അപ്പോൾ ഓരോ പാഠത്തിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ സെൻറ്റൻസ് എഴുതാൻ പറ്റും. അടുത്ത് വരുന്ന കിൻഹി 2 പ്രശ്നമൊക്കെ ഉത്തർ 2 വാക്യമേ ലിഖിയെ. 4 കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 2 വാക്യങ്ങൾ, 2 ചോദ്യോത്തരങ്ങൾ 5 മാർക്കിന് എഴുതാനാണ്. പിന്നെ ഇത് ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ എഴുതുക. പിന്നെ വരുന്നത് പാരഗ്രാഫ് തന്നിരിക്കും. എന്നിട്ട് താഴെ ഒരു 4 ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കും. അപ്പോൾ ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത് നമൂനയൊക്കെ ആൻസർ ലിഖിയെ. ഈ സെൻറ്റൻസിനെയൊക്കെ എന്ത് ചെയ്യുക? ഈ സെൻറ്റൻസിനെയൊക്കെ അത് മുകളിൽ കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യുക? നോക്കി സെൻറ്റൻസ് ആക്കി എഴുതുക. അടുത്ത് മലയാളം കൊടുത്തിരിക്കും. മലയാളത്തിന് ഹിന്ദിയിലോട്ടാക്കുക. ലാസ്റ്റത്തത് ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഈ ഒരു ചോദ്യപേപ്പർ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. പേപ്പറിൽ എഴുതി പഠിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പരീക്ഷയ്ക്ക് എത്ര സമയമൊന്നും സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന വീഡിയോ ഞാൻ അടുത്ത ഉടനെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് പ്രഥമയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക. അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സൊക്കെ വേണമെങ്കിൽ ടീച്ചറിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9400073625 ആണ് നമ്പർ. ടീച്ചർ താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് നൽകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.